വർദ്ധിച്ചുവരുന്ന പ്രവർത്തന ചെലവുകളിൽ വലഞ്ഞ് വിമാന കമ്പനികൾ. കടുത്ത പ്രതിസന്ധിയിൽ നഷ്ടം സഹിച്ച് ഏറെക്കാലം മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ. സർക്കാർ തലത്തിൽ സാമ്പത്തിക സഹായങ്ങളാണ് വിമാന കമ്പനികൾ തേടുന്നത്. വീണ്ടും യാത്രാക്കുരുക്ക് വരികയാണോ? ഇനി എന്താണ് ആകാശത്ത് ആശങ്ക? വർദ്ധിച്ചുവരുന്ന പ്രവർത്തന ചെലവുകൾ കാരണം പ്രധാന വിമാന കമ്പനികളെല്ലാം വലിയ പ്രതിസന്ധിയിലാണെന്ന് റിപ്പോർട്ടുകൾ. അതെ, നിലവിലെ സാഹചര്യങ്ങൾ രാജ്യത്തെ എയർലൈൻ കമ്പനികളെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ് അറിയിക്കുന്നു. വിമാന ഇന്ധനത്തിന്റെ വില കുത്തനെ ഉയർന്നതോടെയാണ് വിമാന കമ്പനികൾ കടുത്ത വെട്ടിലായിരിക്കുന്നത്. ഈ നഷ്ടം സഹിച്ച് ഏറെക്കാലം മുന്നോട്ടു പോകാൻ ഇവർക്ക് സാധിക്കില്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇതിൽ സർക്കാർ സഹായം ഉടൻ തന്നെ ലഭിക്കണം. അഥവാ സഹായം ലഭിച്ചില്ലെങ്കിൽ വിമാന കമ്പനികൾ അടച്ചുപൂട്ടുകയോ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യമോ ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് ഒരു കത്തും സംഘടന അയച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ ഇന്ത്യയിലെ എയർലൈൻ കമ്പനികളെല്ലാം ഈ സംഘടനയിലെ അംഗങ്ങളാണ്. ഇപ്പോൾ വലിയ നഷ്ടം സഹിച്ചു തന്നെയാണ് ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ നടത്തുന്നതെന്നാണ് കമ്പനികൾ പറയുന്നത്. സർക്കാർ തലത്തിൽ സഹായങ്ങൾ നൽകേണ്ട സമയമാണിതെന്നും കത്തിൽ പറയുന്നു. വിമാന കമ്പനികളുടെ ചെലവിന്റെ പ്രധാന കാരണം ഇന്ധനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനാൽ തന്നെ സർക്കാർ തലത്തിൽ സാമ്പത്തിക സഹായങ്ങൾ ഉടൻ തന്നെ തേടുമെന്നാണ് വിമാന കമ്പനികൾ അറിയിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനും യുഎസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ച ശേഷം വിമാന ഇന്ധനവില പലകുറി വർദ്ധിച്ചിരുന്നു. മാത്രമല്ല, ഗൾഫ് സെക്ടറിലേക്കുള്ള സർവീസുകൾ തടസ്സപ്പെട്ടത് ഇപ്പോൾ വരുമാനത്തെ വലിയ തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.